ഗൈസ് റമദാൻ മാസത്തിലെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ സത്യപ്രതിജ്ഞ എന്തായാലും നിർബന്ധമാണ്. നോമ്പെടുത്ത് എന്റെ വീഡിയോ കാണുന്ന ആളുകളുടെ നോമ്പ് ഞാൻ കാരണം മുറിയ മട്ടായി. ഇത് സത്യം. റമദാൻ മാസം ആയതിനെ കൊണ്ട് തന്നെ ഈ മാസം കഴിയുന്നത് വരെ ആരെയും വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ മട്ടായി. സത്യം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലസിത പാലക്കലിന്റെ വീഡിയോ ആയതിനെ കൊണ്ട് തന്നെ എന്റെ വായിൽ നിന്ന് തോന്നിവാസം വരാൻ സാധ്യത കൂടുതലാണ്. എന്നാലും ഞാൻ തോന്നിവാസം പറയാൻ മട്ടായി. സത്യം. മനസ്സിലായോ? എന്നാ ഓക്കെ, നമുക്ക് തുടങ്ങാം. അല്ലേ കോൺഗ്രസ്സുകാരെ? അല്ലേ സഖാക്കളെ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ വീഡിയോ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തായാലും ശരിക്കും വീഡിയോ പ്ലേ ചെയ്യാം. അപ്പൊ ചന്ദനക്കുറി തൊടാൻ പോലും നമ്മുടെ പത്മേച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന്. ചന്ദനക്കുറി തൊടാൻ പത്മേച്ചിക്ക് പേടിയാണെന്നാണ് ലസു പറഞ്ഞുകൊണ്ടുവരുന്നത്. ലസു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതാരും അങ്ങനെയൊക്കെ പറയുന്നത്? കാരണം പറയുന്നില്ല, ചില പെണ്ണുങ്ങൾക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ടിക്കാൻ നല്ല രസമാണ് കാണാൻ. അല്ലാതെ പെണ്ണുങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പത്മേച്ചിക്ക് ചന്ദനക്കുറി തൊടാൻ പേടി ഉണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയതിനെ കൊണ്ടാണ്. അല്ലാണ്ട് ചന്ദനക്കുറി തൊട്ട ഉടനെ എന്താ പറയാൻ ആൾ മറ്റേതാണെന്നൊന്നും ആരും പറയില്ല. അതൊക്കെ വെറുതെ എന്തൊക്കെ പറഞ്ഞിട്ട് വെറുതെ ടൈം കളയാൻ നോക്കാണ് ലസു. പേടിക്കണ്ട, ധൈര്യമായിട്ട് ചന്ദനക്കുറി തൊടാം, കയ്യിൽ ചരട് കെട്ടാം. ലസു പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്നറിയോ? ചന്ദനക്കുറി തൊടാൻ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ വാ BJP-യിലോട്ട്. ഇവിടെ ചന്ദനക്കുറിയും തൊടാം, ചരടും കെട്ടാം. പക്ഷെ ഒരു പേര് കിട്ടും, ശങ്കിണി എന്നുള്ള പേര്. അതേ ഒരു കുഴപ്പമുള്ളൂ. വീഡിയോയിൽ കണ്ടിട്ട് വരാം. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ലസു എന്തായാലും വീഡിയോ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നുണ്ട്, എടുത്തു വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എഡിറ്റിംഗ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താക്കുക, വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് ക്വാളിറ്റിയിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാതെ 3GB വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ബോറാക്കല്ലേ. ഞാൻ നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് HD-യിലാണ്. നിങ്ങളുടെ വീഡിയോ 3GB-യിലാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഞാനിത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഫുൾ HD-യിലാണ്. കാരണം പറഞ്ഞില്ല, എൻ്റെ വീഡിയോ കാണുന്നവർ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പോകാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതെന്ന് ചില കാര്യങ്ങൾ വീഡിയോ ജനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം, ബുദ്ധിയില്ലാത്ത തന്നെയല്ലേ. ഇപ്പം ഭയങ്കര പ്രശ്നമാ. CPM-കാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും കുരു പൊട്ടി ഒലിക്കലായി. CPM-മാർക്കും കോൺഗ്രസ്സുകാർക്കും കുരു പൊട്ടി ഒലിക്കുന്നുണ്ടെന്നാണ് ലസു പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ കുരു പൊട്ടി ഒലിച്ചു വരുന്ന ചലത്തിലും ചോരയിലും ഉരുണ്ട് കളിച്ച് വോട്ടുണ്ടാക്കാൻ കളിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ BJP-യിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ടന്മാരായ സംഖ്യകൾ ലസുവിനെ സപ്പോർട്ട് ചെയ്യും. അതിനെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ലസു ഒരു കാര്യം മനസ്സിലാക്കും, മറ്റുള്ളൊരു പാർട്ടിയെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ കുറ്റപ്പെടുത്തും. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടിയിട്ട് എന്ത് കാര്യം ലസു? മനസ്സിലാക്കി ലസു. പിന്നെ തുടങ്ങി പഠിച്ച് പശു അലർന്നതുപോലെ അലറാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നിങ്ങളൊക്കെ. ശരിക്കല്ലേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പഠിച്ച് പശുവില്ലേ? പഠിച്ച് പശു എന്ന് വെച്ചാൽ പശു തന്നെ. പശു അലർന്നതുപോലെയല്ലേ ഉള്ളത്? കളിയാക്കണ്ടയുടെ ഭാഗത്തിനാ. എന്തിനാണ് ഭാഗത്തിന് ഇങ്ങനെ കളിയാക്കുന്നത്? റമദാൻ മാസം കളിയാക്കി കഴിഞ്ഞാൽ 1-ന് 70. അപ്പോൾ 70 ആയതിനെ കൊണ്ട് തന്നെ എനിക്ക് 70 ആണെങ്കിൽ നിങ്ങൾക്ക് 65 കിട്ടും. അപ്പോൾ വെറുതെ ചിരിക്കാൻ നിൽക്കണ്ട. പാവത്തിന്റെ സൗണ്ട് അങ്ങനെ ആയിപ്പോയില്ലേ? അതോട് ബാക്കി പറ. പിന്നെ ഇതിപ്പോ LDF-ഉം UDF-ഉം എന്താ പറയേണ്ടത്, പരക്കെ പാച്ചലാണ്. പാച്ചലല്ല പൂച്ചല്. പറയുന്നത് മനസ്സിലാക്കിയ നിങ്ങൾക്ക്? ചിലപ്പോൾ അങ്ങോട്ടുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. അതായത് കോഴിക്കോട് തന്നെ അതിന്റെ അപ്പുറമുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവാൻ സാധ്യതയില്ല. പാച്ചൽ എന്ന് വെച്ചാൽ ഓടൽ, അതാണ് ഉദ്ദേശിച്ചുകൊണ്ട് വന്നത്. അതായത് ഒരു ചേരിൽ നിന്ന് വന്നാൻ തോന്നടാ, അതേപോലത്തെ ഒരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. LDF വോട്ട് ചോദിച്ചിട്ട് എന്താ ഇത് സംഭവം? എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലസിത പാലക്കലിനെ കളിയാക്കാൻ വേണ്ടി ഇനി സ്ലോ ആക്കിയിട്ട് നാണം കെടുത്താണെന്ന്? സ്ലോ ആക്കിയിട്ടില്ലെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പഠിച്ച് പശു കരയുന്നത് പോലെ തന്നെയാണ് ലസിത പാലക്കൽ കരയുന്നത്. ലസിത പാലക്കൽ അമ്മച്ചി ഇങ്ങനെ കരയല്ലേ? എന്താ പറ്റിക്കേ? എന്താ ഗുളിക കുടിച്ചിട്ടില്ലേ രാവിലെ? LDF സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച സമയത്ത് അവിടെ അമ്മമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികരിക്കണം. അത് LDF സ്ഥാനാർത്ഥിയോട് മാത്രമല്ല, UDF സ്ഥാനാർത്ഥിയോടും BJP-യുടെ നരേന്ദ്രമോദി വന്നാലും പ്രതികരിക്കണം. കാരണം പറഞ്ഞല്ല, ഇവരൊന്നും ചെയ്യാതെ പോയിട്ട് പിന്നെ ഇവര് ഇലക്ഷൻ ടൈമിന് വന്നിട്ട് വോട്ട് ചോദിക്കുമ്പോൾ അതിപ്പോ നരേന്ദ്രമോദി വന്ന് ചോദിച്ചാലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രതികരിക്കണം. അതിപ്പോ പ്രതികരിക്കും. അതാണ് ജനങ്ങൾ. ഏത് വിധാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വരൂ. ഇതിലും നല്ലത് കാണാതിരിക്കലായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കലങ്ങി ഒരു വീഡിയോ കാണിച്ചിട്ട് പറയുന്നതാണ് ഇവിടെയുള്ള സ്ഥാനാർത്ഥിയെ, LDF-ന്റെ സ്ഥാനാർത്ഥിയൊക്കെതിരെ കുറെ അമ്മമാർ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും അല്ലേ? ഇതിന്റെ മൈൻഡ് സെറ്റ് ഒന്ന് നല്ല ക്ലിയറിൽ കാണിച്ചാൽ അമ്മച്ചി അല്ലെ ജനങ്ങൾ കാണൂല. ഞങ്ങൾക്കൊരു ഉളുപ്പില്ല. ഇനി വീഡിയോ കാണിച്ചു തരുമ്പോൾ അത് നമുക്ക് കാണണ്ട. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഇല്ലാണ്ടായി പോകും. ഇത്രയും ബോറാക്കിയിട്ടാണ് ലസിത പാലക്കൽ ഓരോ വീഡിയോ കാണിച്ചു തരുന്നത്. എന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനെ കാണുന്നില്ലേ? കലങ്ങിയിട്ട് എന്താ പറയാ, ബുദ്ധി വേണ്ടേ? ജനങ്ങൾ കാണൂല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണ്ട. അതുപോലെ ഇല്ലല്ലോ അമ്മച്ചിക്ക്. ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നതാന്ന് ഒരു MLA അല്ലെങ്കിൽ NV. ഇത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് നിങ്ങൾ ജനങ്ങളുടെ വോട്ട് തേടിച്ച് ഓരോ വീട്ടിൽ പോകുന്നതും? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അമ്മച്ചി. അതാണ് ലസിത പാലക്കൽ അമ്മച്ചി പറയേണ്ടത്. ആരെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. തമാശ പറഞ്ഞല്ല, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ വാക്കുകൾ. ഞാൻ ലസിത പാലക്കലിന്റെ ഫാൻ ആവാൻ പോവാണ് ഈ ഒരു ഡയലോഗ് കേട്ടതിനെ കൊണ്ട് മാത്രം. അമ്മാതിരി ഡയലോഗ് അല്ല ലസിത പാലക്കൽ അമ്മച്ചി അടിച്ചത്. അടിപൊളിയാണ് കേട്ടോ. നാണവും മാനവും ഉണ്ടാ സഖാക്കളെ?
നാണവും മാനവും ഉണ്ടോ ലസിത പാലക്കലിന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്നെ കുറ്റപ്പെടുത്തില്ലല്ലോ. കാരണം കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം വേറൊന്നല്ല, ഇവൾ ചെയ്യുന്ന പരിപാടി എന്താ? മറ്റുള്ള പാർട്ടിക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക, CPM മാരെ കുറ്റപ്പെടുത്തുക, STPക്കാരെ കുറ്റപ്പെടുത്തുക, ഇതന്നല്ലേ? അപ്പൊ ഞാനും ചോദിക്കും, ഇവിടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്ക് നാണമുണ്ടോ? അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ നാണവും മാനവും കോൺഗ്രസ്സുകാർക്കും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, നിങ്ങൾ എത്ര നാണവും മാനവും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ കേരളം കോൺഗ്രസ്സുകാർ കൊണ്ടുപോകും. അത് കാരണം വേറൊന്നല്ല അമ്മച്ചി, നിങ്ങളോടുള്ള വിരോധമാണ്. നിങ്ങൾക്ക് കാണാം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരോടൊക്കെ നാണമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? കോൺഗ്രസ്സുകാർ നിങ്ങളോട് ചോദിക്കും നാണവും മാനവും ഉണ്ടോ എന്ന്. സംഘികളോട് കോൺഗ്രസ്സുകാർ ചോദിക്കും ഒരു സീറ്റെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോ. ഞാനാണ് പറയുന്നത്, MS എന്ന് പറയുന്ന ഞാൻ പറയുന്നത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കോൺഗ്രസ്സുകാർ BJPക്കാരോട് ചോദിക്കും ഒരു സീറ്റെങ്കിലും കിട്ടിയോ കേരളത്തിൽ നിന്ന് ചോദിച്ചില്ലെങ്കിൽ. നിങ്ങൾ നോക്കിക്കോ. നല്ല അടിപൊളിയായിട്ട് നമ്മളെ പത്മേച്ചി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ശക്തരായ നേതാക്കന്മാർ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത്. എത്ര ശക്തരായിട്ടുള്ള നേതാക്കൾ കോൺഗ്രസിൽ ഇല്ലെങ്കിലും കേരളം കോൺഗ്രസ്സുകാരനെ കൊണ്ടു. നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന കോൺഗ്രസിലുള്ള എന്താ പറയുക സുധാകരനൊക്കെ നിങ്ങളിലോട്ട് വന്നാലും കോൺഗ്രസിന് ഒരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വെറുതെ എന്തൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മനസ്സിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് കേരളത്തിലുള്ള ഞങ്ങളെ പോലെയുള്ള ചോറും കറിയും തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ചാണകം തിന്നുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അമ്മമാർക്ക് ബുദ്ധിയില്ലാത്തതിനെ കൊണ്ട് വിചാരിക്കും അയ്യോ കേരളം നമ്മളിതാ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റൊക്കെ ഇടും. അമ്മമാരോടൊന്നും പറയാനില്ല. ബുദ്ധി വേണ്ട, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ട. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ടീംസാണ്. പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവരോട് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം? പിന്നെ അതേപോലത്തെ ടീംസിനോടാണ് ലസിത പാലക്കൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്ന് ആലോചിച്ച് നോക്കുക അമ്മമാരൊക്കെ അവസ്ഥ അല്ലേ? കുടുംബമില്ലാത്തവനെന്ന് നിങ്ങൾ നരേന്ദ്രമോദിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പരിഹസിച്ചു? നമ്മുടെ നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് നരേന്ദ്രമോദിജിയൊക്കെ പരിഹസിക്കാൻ കാണിക്കുന്ന മൈൻഡ് സെറ്റ് നിങ്ങൾക്കൊന്നും കണ്ണിച്ചോറില്ലടാ. ഞങ്ങളുടെ നേതാവിനെ പരിഹസിക്കാൻ എന്താ പറയുക? നിങ്ങൾ എന്തൊക്കെ പോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളെ മോദിജിയെ കുറിച്ച്? മോദിജി എന്തൊക്കെ നമുക്ക് ചെയ്തു തന്നു? ഗ്യാസിന് വില കുറച്ചു, പെട്രോളിന് വില കുറച്ചു. ഞാനിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ട്. ആ വണ്ടിയുടെ വില കേട്ടിട്ട് നെട്ടിപ്പോയി. വണ്ടിയുടെ വില കുറച്ചു, എല്ലാം ചെയ്തു തന്നു. പിന്നെയും നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദിജിക്കെതിരെ പോസ്റ്റ് ഇട്ട് നാണം കെടുത്തുന്നു? എന്തുകൊണ്ട്? മലയാളികൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണോ? എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണെന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്ക്. ഭാരതത്തിലെ സാധാരണ കുടുംബക്കാരെ തൊട്ടറിഞ്ഞും കൊണ്ട് ഓരോ കേന്ദ്ര പദ്ധതികളും കേന്ദ്രത്തിന്റെ വിഭാവനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നരേന്ദ്രമോദിജി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചെയ്യാനുള്ള പൈസ അല്ലേ എവിടെ നിന്ന് കിട്ടിയതാ? നമ്മളെ കയ്യിൽ നിന്ന് പീനതല്ലേ? സാധാരണക്കാരനായ ആളുകളുടെ ഏടയിൽ നിന്ന് പീനെടുത്ത പൈസ. അങ്ങനെ തന്നെ പറയണം. അല്ലാതെ എന്താ പറയാ, നരേന്ദ്രമോദിയുടെ BJPയുടെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ പൈസ ഒക്കെ. അല്ലാതെ ഞങ്ങളുടെ പൈസ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിമർശിക്കും. തെറ്റ് കണ്ടാൽ തീർച്ചയായിട്ടും വിമർശിക്കും. ഞങ്ങളെ വെച്ചൊരു പണിക്കാരനാണ്, ജനങ്ങളെ വെച്ചൊരു പണിക്കാരനാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ. അപ്പോൾ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിമർശിക്കും. അപ്പം സമ്മതിച്ചില്ലേ? ഇവർ തന്നെയല്ലേ സമ്മതിച്ചത്? ഇവർ ആണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഇവർ തന്നെയാണ് വില കൂട്ടിയത് എല്ലാത്തിനും അല്ലേ? അതാണ് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ മലയാളികൾക്ക് മനസ്സിലായതാണ്. ആ കച്ചവടം ഇവിടെ ചിലവാകൂല മോളെ ലസിതേ. കാരണം പറയുന്നല്ല, മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് മുഴുവൻ ക്ഷേത്രം, പിന്നെ മറ്റുള്ള മതക്കാരെ അടിച്ചോടിക്കല് അല്ലേ, എല്ലാം ഉണ്ടല്ലേ? അതേപോലെ തന്നെ വിലക്കയറ്റം, ഇതെല്ലാം ഞങ്ങളുടെ ഗ്യാരണ്ടി തന്നെയാണ്. മനസ്സിലായിനാ? മനസ്സിലായി. മനസ്സിലാവാത്തവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വിലക്കയറ്റം ഉണ്ടാവും. ലോകത്തുള്ള എല്ലാവരുടെ മുന്നിൽ നമ്മുടെ നാണം കെടുത്തും. ചാണകമൊക്കെ തിന്ന് കാണിച്ചു കൊടുത്തിട്ട് നാണം കെടുത്തും. പിന്നെ അതേപോലെ തന്നെ ഗ്യാസിനും പെട്രോളിനൊക്കെ ഒടുക്കത്തെ കയറ്റം കയറും. ഇതൊന്നല്ല, ജയിക്കട്ടെ. ഇതൊന്നും അറിയാതെ നിങ്ങൾ നാഴികക്ക് 40 വട്ടം നിങ്ങൾ പരിഹസിക്കുന്നുണ്ടല്ലോ നമ്മുടെ നരേന്ദ്രമോദിജിയെ. നരേന്ദ്രമോദിജിയെ പോലുള്ള ഒരാളൊന്നും പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വേറെ ഒന്നല്ല, നല്ല മനുഷ്യനാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയൊന്നല്ല. പരിഹസിക്കേണ്ടത് ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി ആണെങ്കിലും പരിഹസിക്കണം, രാഹുൽ ഗാന്ധി ആണെങ്കിലും പരിഹസിക്കണം. കോമാളിത്തരം കാണിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പരിഹസിക്കും ജനങ്ങൾ. അതിനിപ്പോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യമോ? നിങ്ങൾ അനുഭവിച്ചറിയുന്ന ഓരോ പദ്ധതിയാണ് മോഡിയുടെ ഗ്യാരണ്ടി. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം വേറൊന്നല്ല, മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. പെട്രോളിന്റെ വില ഒക്കെ 100ന്റെ മുകളിലല്ല. എനിക്ക് ദിവസം 150 രൂപയുടെ എണ്ണ വേണം. പെട്രോൾ വീഡിയോ ചെയ്യാൻ വരുന്ന ദിവസം എനിക്ക് 150 രൂപ ചിലവാണ്. വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് ഇവിടെ വരാൻ 18 കിലോമീറ്റർ ഉണ്ട്, തിരിച്ചും പോകണ്ടേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ 100 രൂപ അടിച്ചാൽ 1 ലിറ്റർ പോലും കിട്ടുന്നില്ല. അപ്പോൾ 150 രൂപ അടിക്കും. 150 രൂപ അടിച്ചിട്ട് ഇവിടെ പോയി വീട്ടിലോട്ട് എത്തുന്നപ്പോഴത്തേക്ക് എണ്ണയുടെ കാര്യത്തിന് ഒരു തീരുമാനമാവും. ഇതല്ലേ മോദിയുടെ ഗ്യാരണ്ടി? ഇതല്ലേ ഞങ്ങൾ വിശ്വസിക്കണ്ടേ അല്ലേ? അതാണ് സാധാരണ BJP പ്രവർത്തകന്മാർ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നത്. സാധാരണ BJPക്കാരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അവർ നല്ലത് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയണം. മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ മോശപ്പെട്ടത് തന്നെ ചെയ്യുന്നുണ്ടെന്ന് പറയണം. അല്ലാതെ സാധാരണക്കാരല്ലേ എന്ത് പറയാനീ? നേതാക്കളല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സാധാരണക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവന്മാരൊന്നും പറയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ പരിഹസിച്ചോ? പരിഹസിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പരിഹസിക്കും. എന്റെ പരിപാടി തന്നെ പരിഹസിക്കലാണ്. പക്ഷെ അമ്മച്ചിയെ ഇന്ന് ഞാൻ പരിഹസിക്കുന്നില്ല. നിങ്ങളെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് പരിഹസിക്കാൻ തോന്നുന്നില്ല. അല്ലെ, അടിപൊളി ലുക്കല്ലടാ ലസിത പാലക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു 10-15 കൊല്ലം മുൻപാണെങ്കിൽ നല്ല മുഞ്ചുള്ളൊരു അമ്മച്ചി ആയിരിക്കൂലേ? അല്ലെ, അമ്മച്ചല്ല, നല്ലൊരു ആളായിരിക്കില്ലേ ലസിത പാലക്കൽ അമ്മച്ചിക്ക്? ഒന്ന് നോക്കേ. പക്ഷെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നോറും നിങ്ങളുടെ വോട്ടിന്റെ മൂല്യം നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്.
ഈ പറഞ്ഞ വാക്കുകൾ മലയാളികളോടാണ് പറയുന്നതെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. ഇതാ പാലക്കൽ അമ്മച്ചി, നിങ്ങൾ പറയുന്നു കോൺഗ്രസിന്റെ CPM-ന്റെ വോട്ടൊക്കെ BJPക്ക് ഇതാ ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കുന്നു, ലക്ഷക്കണക്കിന് വോട്ട് കയറി വരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവല്ലേ. അതൊക്കെ മണ്ടത്തരമാണ് കേട്ടോ. ഇത് കേരളമാണ്, അതൊന്ന് മനസ്സിലാക്കാം അമ്മച്ചി. ഇതുപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. തൃശ്ശൂരിലുള്ള ജനങ്ങളോട് എന്ത് പറയാൻ? അവിടെയുള്ള ജനങ്ങൾ ഓൾറെഡി കരുതി വെച്ചിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം, ആരെ ജയിപ്പിക്കണം എന്നൊക്കെ അവിടെ എല്ലാവരും തീരുമാനിച്ച കാര്യം. നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? സുരേഷ് ചേട്ടൻ ജയിപ്പിക്കാനാണോ? മലൊന്നും പറക്കുന്നില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് UDF സ്ഥാനാർത്ഥിയാണ്. അതിനെന്താ കുഴപ്പം? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുഴപ്പമായിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിന്റെ എന്താ പറയാൻ ഉദ്ഘാടനം ചെയ്തത് UDF എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തതിന് എന്താ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അമ്മച്ചിക്ക് കുറെ BJP-കാരുണ്ട് നമ്മുടെ കമന്റിൽ, അപ്പോൾ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്താ അഭിപ്രായം എന്ന് പറഞ്ഞു കൊടുക്കണേ. എന്നോടൊന്നും തോന്നല്ലേ മ്യാമന്മാരെ? അതേപോലെ എന്നോടൊന്നും തോന്നല്ലേ മാമി, കുറെ കാലമായി കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് നടക്കുന്നു. പാവത്തിന് ഇതുവരെ എൻ്റെ നമ്പർ പോലും കിട്ടിയിട്ടില്ല. ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലേ പാവത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര കാലം എനിക്കെതിരെ കേസ് കൊടുക്കുന്നു പറഞ്ഞ് നടക്കുന്നത്, പാവത്തിന് നടക്കുന്നില്ലല്ലേ. നമ്പർ ആരുടെങ്കിലും ഉണ്ടാക്കി കൊടുക്കടാ അമ്മച്ചിക്ക്. നിങ്ങൾ ട്രോൾ ഇറക്കുന്നതിന് കണക്കായിട്ട് BJP-യിലേക്ക് ആളുകൾ വരിക ചെയ്യുന്നത്. എല്ലാം ഇതാ പാലക്കൽ അമ്മച്ചി ബുദ്ധിയില്ലാന്ന് തെളിയിച്ചല്ലേ. ട്രോള് കണ്ടിട്ട് പാർട്ടിയിലോട്ട് ആൾക്കാർ കൂടി വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിയില്ലാന്ന് റെഡിക്ക് തെളിയിച്ചിരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു പാർട്ടിയിലുണ്ട്, ആ പാർട്ടിക്കാരെ ട്രോളുന്നത് കണ്ടാൽ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ട് പോയി കളയും. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ അമ്മച്ചിക്ക് അങ്ങ് കാനത്തിൽ കൊടുത്തേക്ക് പറഞ്ഞിട്ട്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇന്ന് ഇത്ര മതി. പറഞ്ഞ പോലെ ഇന്ന് ഇത്ര മതി. ഇന്ന് കൂടിക്കഴിഞ്ഞാൽ ഇടങ്ങാറാ. അപ്പോൾ ഇതിൽ നല്ല വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം. അമ്മച്ചി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ലൈവ് ഇട്ട് പറഞ്ഞോ. അപ്പോൾ ഇതിൽ നല്ല വീടായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ എനിക്ക് നോമ്പുണ്ടാവില്ല, നല്ല കാനത്തിൽ ഒരുത്തനിക്ക് കൊടുക്കാനുണ്ട്. കാണാം.